ഒരുപാട് മുടിയുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ ചെയ്യാവൂ. അതെ 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 അതെ. മുടി പോയി. മോഡൽസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പുതിയ മോഡൽ താലിയ. കഴിച്ചാൽ പോലത്തെ സാധനം. വേണ്ട കേട്ടോ, നമുക്ക് വേണ്ടത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നല്ല ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകും കേട്ടോ. അപ്പോൾ താലി, മാല, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇന്ന് വാങ്ങണം. അപ്പോൾ താലിയൊക്കെ പണിയിക്കാൻ കൊടുക്കണം. ഇനി ഏതാണ്ട് ഒരു മാസം ഇല്ലമ്മ, ഒരു മാസം അടുപ്പിച്ചുണ്ട്. അപ്പോൾ നമുക്ക് താലിയും മാലയൊക്കെ പണിയാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. ഗോൾഡ് റേറ്റ് ഒക്കെ എൻ്റെ പൊന്നു ഗായ്സ്, ഇപ്പം നോക്കുന്നവർക്കറിയാം നല്ല കയറി പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചിലില്ല, നേരത്തെ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഒരു മന്ത് ഫുള്ള് ഇങ്ങനെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗോൾഡ് റേറ്റ്. അപ്പൊ ഇന്ന് ഗോൾഡ് ഇന്ന് സ്വർണ്ണം വാങ്ങാൻ പോട്ടെ. ഈ സംഭവം എന്ന് പറയുന്നത് കൊച്ചു ഡ്രൈയർ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഇതിന്റെ പ്രവർത്തന രീതി എനിക്കറിയില്ല. അച്ഛനെ പിടിച്ചിരുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. മുടിയുള്ളവர்களാണ് അപ്പോ കണ്ടിട്ടില്ലേ കമ്മി അടിച്ചിരിക്കുന്നതാ. ഇത് ഒരുപാട് മുടിയുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ ചെയ്യാവൂ. അതെ 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 അതെ. അവിടുത്തെ പോയി, മുടി പോയി. അച്ഛവിടെ മുടിയില്ല. ഇതിനകത്ത് കയറിയുടെ മുടി ഇല്ല. അടിക്കുമ്പോഴേ ഒരു പെരിപ്പ് കുളിര് പോലെ. ബോയ്സിന്റെ മുടി അറിയാൻ കഴിയും. നമ്മുടെ മുടി നേരെ ഇരിക്കത്തേ ഇല്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ നമ്മള് നല്ലോണം ചീപ്പ് ഇങ്ങനെ ഈ സാധനം ഉണ്ടെങ്കിൽ നല്ല കുറച്ച് നേരത്തേക്കെങ്കിലും സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അച്ഛൻ ഇക്ലിയാവും ഗായ്സ്. അച്ഛൻ ഇക്ലിയൊക്കെ ഇട്ടാ കൈ കാലൊക്കെ ഇട്ട് അടിക്കുന്നത്. അച്ഛന് രോമാഞ്ചം അടിച്ചു ഗായ്സ്. മുടി പുഴുതെടുക്കുന്നതാണ്. ഫുൾ മുടി കഴിയുമ്പോൾ നല്ല സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ ഹെയർ ഡ്രൈയർ ഗായ്സ്. അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഗോൾഡ് വാങ്ങാനായിട്ട് പോകാം കേട്ടോ. നമ്മളെ വീട് പണിയിൽ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഹോം ടൂർ ഉടനെ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഫുൾ പണി നമ്മൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് അപ്ഡേറ്റ് എന്നൊക്കെ നമ്മളെ ഹോം ടൂർ അടുത്തൊരു വീഡിയോയിലായിട്ട് വരുന്നതാണ്. കുഞ്ഞു താലി മതി എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് കുഞ്ഞു താലി മതി അല്ലേ? കുഞ്ഞു താലി. അതിന്റെ അകത്ത് നമ്മള് മാക്സിമം ഡേറ്റ് നോക്കണം, പേരും പറ്റുമെങ്കിൽ. ഡേറ്റ് എന്തായാലും നമുക്ക് എഴുതാം. പേര് എഴുതിയില്ല. കുഞ്ഞു താലിക്കകത്ത് അവക്ക് വലിയ താലി ഇഷ്ടമല്ല, കുഞ്ഞു താലി മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാരും കുഞ്ഞു താലി ഉപയോഗിക്കുന്നത്. കുഞ്ഞു താലി വാങ്ങാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഡേറ്റ് മാത്രം കൊത്താനാണ് പ്ലാൻ. ഇത്ര കൈയുടെ വലിപ്പമുള്ള നെറ്റിപ്പട്ടോ. എന്തൊരു നെറ്റിപ്പട്ടോ. മറ്റേ ഇതുകൊണ്ടല്ല ആനയുടെ അതിനകത്ത് താഴെ ഇടുവല്ലേ. അതല്ല ആനയുടെ മറ്റേ വലിയ നെറ്റിപ്പട്ടം അല്ലച്ചാ. ഇപ്പൊ രാമകേശവൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാല ഇടുവല്ലോ, വലിയ മാല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ ഇതേ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛനാണ് ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. കൊച്ചു ഇന്ന് ബാക്ക് സീറ്റിൽ ലീവ്. അമ്മയും അച്ഛനും ഒരേ കളർ ഡ്രസ്. ഒരുപാട് ദൂരം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. അതെ ഗായ്സ്, കുറച്ചപ്പുറം വരെ പോയാൽ മതിയല്ലേ. അച്ഛന്റെ വണ്ടിക്കാട്ടി നല്ല എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത്? ഇല്ല, എനിക്ക് എന്റെ വണ്ടി ഇഷ്ടം. അതാണ് ഇഷ്ടം. അതെന്ന് വെച്ചാലേ ഗായ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കണം അച്ഛൻ. ഇങ്ങനെയൊക്കെ കേട്ടാലേ അച്ഛൻ ആസ്വാദനം വരുന്നുള്ളൂ. മണിയടിക്കുന്ന സൗണ്ട് പോലും ഇല്ല. അതാണ് എന്റെ പ്രത്യേകത. മണിയടിക്കുന്ന ശബ്ദം പോലും അത് കേൾക്കൂല. ബാക്കി എല്ലാ ശബ്ദവും കേൾക്കും. ഫോൺ അടിച്ച് ബാക്കി എല്ലാത്തിനും നല്ല സൗണ്ടാ. കഴിഞ്ഞ ദിവസം അച്ഛന് ബുക്ക് ചെയ്ത കണ്ണാടി കിട്ടി കേട്ടോ. കാണാമോ അച്ഛൻ? നേരെ തന്നെ നേരെ കാണാമോ? പ്രവീണ, ആ വണ്ടിയുടെ നിറം എന്തുവാ? അതാ പച്ച. ഫസ്റ്റ് താലി സെലക്ട് ചെയ്യാം കേട്ടോ. കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പുതിയ മോഡൽ താലിയ. എന്റെ പേര് തന്നെ എഴുതിയിരിക്കുന്നതാണ്. അത് മോതിരെടുക്കാൻ വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇതുള്ളതാണ്. ഇതിന്റെ സൈഡിൽ ഒരു പൂവൊക്കെ ഉണ്ട്.
ഞാൻ ഇങ്ങനത്തെ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് മതി, അങ്ങനെ ചെയ്യാം. ഇത് പിന്നെ പേര് വരില്ല, പിന്നെ ശംഖുതാരി വേണമെങ്കിൽ വരും. ഇങ്ങനെ പേരും കൂടെ സൈഡ് കൊടുക്കും. അമ്മയുടെ താലിയാ കൂട്ടമ്മ. ആ അച്ഛൻ്റെ പേരും ഡേറ്റ് ഒക്കെ ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു മോഡലാണെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് ഡേറ്റ് നമുക്കിടാൻ ഒരു ഓപ്ഷൻ ഇല്ലല്ലേ? പുറകിൽ ഡേറ്റ് വേണമെന്നിങ്ങനെ എന്നായിരുന്നു കല്യാണം കഴിഞ്ഞത്? ഇപ്പൊ അങ്ങനെ ഡേറ്റ് അങ്ങനെ എഴുതുന്നവരുണ്ട്. മുന്നേ അങ്ങനെ തന്നെ. പിന്നെ മുറുവിന്റെ ഫോൺ നമ്പർ പോലും അറിഞ്ഞൂടാ. അപ്പൊ എഴുതിയേ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പം എന്തെല്ലാം ടൈപ്പ് ഓഫ് താലിമായിരിക്കുന്നു. നമുക്ക് നമ്മളെ വിളിച്ച് കാണിച്ചു നോക്കാം. ഈ താലി നോക്ക് സെലക്ട് ചെയ്താണ്ട് ഇത് നോക്ക് ഏത് ടൈപ്പ് ഉണ്ട് നമുക്ക് മാറ്റിയുമ്പോൾ ഏത് ഇതിനകത്താണെങ്കിൽ ഡേറ്റ് നമുക്ക് ഇത് നമുക്ക് പേര് ഇവിടെ മുകളിൽ എഴുതാം. ഡേറ്റ് വേണമെങ്കിൽ ബാക്കിൽ കൊത്താനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഡേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതണല്ലോ. എൻ്റെ പേര് എന്നാ ഇതിലൊരു 2 എണ്ണം. നിനക്കെന്തിനാ 2 താലി? വെറുതെ ഇരിക്കട്ടെ. 2ലും എൻ്റെ പേരാ. ഗൈസ്, അപ്പം ഇതും മൃദുലയ്ക്കും താണ്ട ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. ശംഖിനകത്തൊരു ഓം വന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ലെറ്റർ എഴുതാൻ പറ്റും. പിന്നെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് കുത്തുകയും ചെയ്യാം. അപ്പൊ ഇതെന്തായാലും സെലക്ട് ചെയ്യണേ. അത് ഇഷ്ടപ്പെട്ടോ? എന്നാ അത് എടുക്കുന്നില്ല, വേറെ എടുക്കാം. വേറെ നോക്ക്. അത് ഇഷ്ടപ്പെട്ടത് വേറെ എടുക്കടാ. ഇതൊക്കെ എന്തുവാ മൊയൽ വേണോ? മൊയല് സിംഹത്തിന്റെ ഉണ്ടോ? നമുക്കില്ലെങ്കിൽ എല്ലാം ഭയങ്കര. അപ്പോൾ എന്തായാലും ഫൈനലി നമ്മളിത് ഈ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കറക്റ്റ് ഒരു താലി മോഡലാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്. പിന്നെ ഇതൊക്കെ ഒരു കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. അപ്പോൾ അവർക്ക് അത് വേണ്ട, കറക്റ്റ് താലി മോഡൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഇതാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മറ്റേ സ്റ്റോൺ വരുന്നത് കൊണ്ട് അത് ഫ്യൂച്ചറിൽ ഇളകി പോയി കഴിഞ്ഞാൽ കാണാൻ പിന്നെ ഭംഗി കാണത്തില്ല. പിന്നെ തിരിച്ചൊക്കെ ഒട്ടിക്കും, പിന്നെ അത് ഒരു ബോറായിരിക്കും. അല്ലെങ്കിൽ കല്ലില്ലാതെ വേണമെങ്കിൽ ചെയ്തു തരും. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അടുത്തത് മാല സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയിൻ വൈറ്റ് ഗോൾഡ് ആണോ? ഗോൾഡ് മീൻസ് ആ ഒരു പ്ലേറ്റ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു സ്റ്റോണിന് പകരം ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഇതും 2 പോവാണ്. കാഴ്ചക്ക് പൊലിമയുള്ള അപ്പം ഫൈനലി നമ്മളുടെ ഇത് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. സുന്ദരി സുന്ദരി ചെയിൻ സെലക്ട് ചെയ്ത് വിചാരിച്ചു. നമ്മൾ ഇത് ഇച്ചിരി ഓവറാണെന്ന് തോന്നി. ഇത് മതി, ഇതാകുമ്പോൾ സിമ്പിളാണ്. ആ താലിയുടെ കൂടെ കറക്റ്റ് മാച്ച് ആയിരിക്കും. എനിക്ക് സിമ്പിളായിട്ടുള്ള ഇഷ്ടം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഇത് സെലക്ട് ചെയ്തേ. കൊച്ചു ഓക്കെ ഇല്ലടാ? മോതിരിടാൻ പോയപ്പോഴും അമ്മ പറഞ്ഞേ, എടാ നീ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണേ, നീ പെട്ടിയൊക്കെ തുറക്കുമ്പോൾ തറയിടല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കാലി തൊട്ട് വീഴും ഞാൻ മറന്നുപോയി. അപ്പൊ അച്ഛൻ്റെ കാലി തൊട്ട് വീഴും അച്ഛൻ തന്നെ പറഞ്ഞു, കാലി തൊട്ട് വീഴൂടാ. പക്ഷെ അവള് കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ എല്ലാം. അവൾക്ക് കറക്റ്റ് എല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് ആ സമയമാകുമ്പോൾ ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയി പോകും. എവനും കൂടി ഒരു താലിയല്ല, എനിക്ക് ഇവനൊരു കൈച്ചൈൻ പോലത്തെ. എന്തിന് കൈച്ചൈന വേണ്ട കേട്ടോ, നമുക്ക് വേണ്ടത് അവന് QR കോഡ് വേറൊന്നും വേണ്ട, QR കോഡ് മതിയെന്ന്. എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യണമെന്ന്. ഞാൻ വള വാങ്ങിച്ച് പിറ്റേ ദിവസം കുറഞ്ഞടാ. നമ്മൾ എന്ന് സ്വർണ്ണം വാങ്ങുന്നു അതിന്റെ പിറ്റേ ദിവസം കുറയും. അപ്പോഴുള്ള വിഷമം അതൊക്കെ. നമ്മൾ ഐഫോൺ വാങ്ങുമ്പോഴും വാങ്ങിച്ച് 1 മാസം കഴിയുമ്പോൾ ഒറ്റയടിക്ക് 20,000 30,000 രൂപ. അതാ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഇത് പക്ഷെ അധികം ലാസ്റ്റ് ചെയ്യത്തില്ല. ലാസ്റ്റിംഗ് കുറവാണ്. ഷോ ആണ് നല്ല. എന്താ നോക്കുന്നു? ഓ, ഇവന്റെ കല്യാണം കാരണം എന്റെ നിക്കറാണ് കീറിക്കൊണ്ടിരിക്കുന്നത്. സകലം. ഈ കഴിച്ച ഞാൻ പിന്നെ കല്യാണത്തിന്റെ അന്നേ തരത്തുള്ളൂ കേട്ടോ കഴിച്ച. സർപ്രൈസ് ആവണം കേട്ടോ. സർപ്രൈസ് ആവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത കഴിച്ചതിനെ. കൊച്ചു എനിക്ക് ഗിഫ്റ്റായി വാങ്ങിച്ചു തന്നതാണ് സുഹൃത്തുക്കളെ. ഇത് മൃദുലയ്ക്കുള്ള മാല. താലി നമ്മൾ പണിയാൻ കൊടുത്തു. താലി എത്ര ദിവസം എടുക്കും ചേട്ടാ? 4 ദിവസം. 14 ദിവസത്തിനുള്ളിൽ നമ്മളെ താലി കിട്ടും. അതിനായിട്ട് ഇപ്പൊ മാലയും കീ ചെയിനും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. കീ ചെയിൻ അല്ലടാ, കൈ ചെയിൻ.
കഴിച്ചതല്ല കീച്ച്. എവനെ കൊണ്ടാണല്ലേ ഈശ്വരാ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നത്. ഇത് വളഞ്ഞിട്ട് അങ്ങ് നോക്കുക. അപ്പൊ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓഹ് ഇനി അന്ന് എന്തൊക്കെയാണോ എന്തോ കാണിക്കാൻ പോകുന്നത് ഈശ്വരാ. എന്തായാലും മുണ്ടേ ഒരു മുട്ടും. അയ്യടാ അത് പറക്കലടാ, ബെൽറ്റ് ഒക്കെ ഇടണേ. അല്ല ഒട്ടിക്കുന്ന ടൈപ്പ് ഉണ്ട്. എവൻ പിന്നെ എവ കൊടുക്കത്തില്ല. അമ്മ ഡാൻസ് കളിക്കാൻ പറയുമെങ്കിൽ പോയി. അയ്യോ അന്ന് ഡാൻസ് കളിച്ചത് എൻ്റെ അങ്ങ് അഴിഞ്ഞ്, പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിച്ചത്. ലൈഫില് ഒരു വട്ടം നടക്കുന്ന സംഭവമാണ്. അല്ല ഇടക്കിടക്ക് നടത്താം. നീ എന്തുകൊണ്ട് നീ അത് പറയത്തില്ല എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നു. കിട്ടിയില്ല, ചോദിച്ചു വാങ്ങിച്ചായി. പർച്ചേസ് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ താലിയും കൂടെ കിട്ടിയാൽ മതി കേട്ടോ. പൈസ കൊടുക്കണ്ടല്ലേ? പൈസ കൊടുക്കണ്ട, നമ്മുടെ സ്വന്തം കട. സ്വന്തം ഇറങ്ങിപ്പോ പോവാട്ടോ. ശരി ബൈ. ശരി എന്നാ പിന്നെ കൊച്ചു പോവാം. ബില്ലും കൊടുത്തിട്ട് പോവാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രം ശബായി കേട്ടോ. അടുക്കള ഇതിലോട്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ടില്ല കേട്ടോ. നാളെ ആവും. നാളെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കടയിൽ നമുക്കൊരു കേക്ക് തന്നായിരുന്നു കേട്ടോ, ഒരു പ്ലം കേക്ക്. ഇവിടെ ഇപ്പം മൊത്തം ഇങ്ങനെ അലങ്കോലേക്ക് കിടക്കുകയാണ്. അമ്മ ആരും ഒന്നും പറയരുത് കേട്ടോ, വീട് പണി ആയതുകൊണ്ട് നാളത്തോടു കൂടി വീട് പണിക്ക് ഒരു വിരാമം. എല്ലാം സെറ്റ് ആവാൻ പോകട്ടോ. നാളെ കൊണ്ട് നമ്മളെ വീട് പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് രാത്രി ആയപ്പോഴേ തീർന്നു. സ്വർണ്ണം എടുക്കൊണ്ട് വന്നപ്പോഴത്തെ ഇവിടെ പണിയെല്ലാം തീർന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ എല്ലാം വൃത്തിയാക്കുക. എന്നിട്ട് നമ്മളിനി ഇത് ഗ്യാസും എല്ലാ സാധനങ്ങളും നമ്മള് അടുക്കളയിലോട്ട് പോകും. ഈ ഇതൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് വേണം ഇവിടെ കൊണ്ടൊന്ന് വൃത്തിയാക്കി ഈ ടേബിളൊക്കെ ഒന്ന് വിരിപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇപ്പം ചായ ഇടാം. കൊച്ചു മേളിൽ പോയട്ടോ, ചായ ഇട്ട് നമുക്ക് നല്ല പ്ലം കേക്ക് കഴിക്കാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ താലിയും മാലയൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്ന് ഡാൻസ് കളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡാൻസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ ആദ്യമേ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഈ താലി മോഡൽ മതിയെന്ന്. അതേ താലി തന്നെ സെലക്ട് ചെയ്ത് കണ്ട. ഇത് ഏതാ? ഇതിലെ ബ്ലൗസ് ഏതാ, സാരി ഏതാ? ഇതെല്ലാം ഒരേ കളറാണല്ലേ. ഒരു ബുട്ടീക്ക് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ്. അതിനകത്ത് റീൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിൽ ലോങ് ടൈം, നമ്മൾ എത്ര നാളാണ് ഗ്രൗണ്ടിൽ വന്നിട്ട്? കുറെ നാളെ ഗൈസ് നമ്മൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ 2-3 റീലും ഫോട്ടോസ് ഒക്കെ എടുത്തു. ഗൈസ് ഇനി ഇവർക്ക് സാരി വാങ്ങണം കേട്ടോ. സാരി വാങ്ങുന്നത് നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, എങ്ങനത്തെ വർക്കാണ്. നമുക്ക് റെഡ് സാരിയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മളെ ഗോൾഡ് വാങ്ങുന്ന വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.